നമസ്കാരം. കേരള ന്യൂസ് വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ പഴയ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസം മാരത്തോൺ ലെവലിലുള്ള അന്ത്യചർച്ചകളാണ് നമ്മുടെ മാധ്യമങ്ങൾ നടത്തിയത്. ബിന്ദുവിന്റെ പേരും പറഞ്ഞ് UDF-ഉം BJP-യും നമ്മുടെ നാട്ടിൽ അഴിച്ചുവിട്ട അക്രമം നമ്മളൊക്കെ കണ്ടതാണ്. മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ പോലും പ്രതിഷേധം എന്ന പേരിൽ നടത്തിയ ആക്രമണങ്ങളും സംഘർഷങ്ങളും ഒക്കെ കണ്ട് ജനം മടുത്തിരിക്കുകയാണ്. അതിനിടയിൽ ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്താണ് അതിൽ കാണുന്നത്? തൽക്ഷണം ബിന്ദു മരണമടഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോ ജനങ്ങൾ ചോദിക്കുന്നത്, പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന BJP-യും UDF-ഉം സർക്കാരിനെതിരെ, മന്ത്രി വീണയ്ക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ തന്നെയാണ്. അതായത് അല്പായുസുള്ള വാർത്തകൾ ചെയ്യാനും അതുപോലെ തന്നെ 2 ദിവസം മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ, 2 ദിവസം കഴിഞ്ഞാൽ സത്യം പുറത്തു വരുമെന്ന് അറിഞ്ഞാലും നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും BJP-യും ഒക്കെ ആ 2 ദിവസം മാധ്യമങ്ങളെ സംബന്ധിച്ച് വാർത്ത റേറ്റ് ഉയർത്താനാണെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി അവർ ആ നാണം കെട്ട പണി ചെയ്യും. അങ്ങനെ ചെയ്തു. അവസാനം എന്താ, പൊളിഞ്ഞ് പണ്ടാറടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പ്രതിപക്ഷം നിലവിലുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ എന്താണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്നറിയാൻ നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കണ്ടത് ഒരു ബഹുനില അത്യാധുനിക നിലയിൽ പണി കഴിപ്പിച്ച ഒരു കെട്ടിടമാണ്. അപ്പോ തകർന്നു വീണില്ലേ ഈ പറയുന്ന മെഡിക്കൽ കോളേജ് എന്ന് പലരും മാധ്യമങ്ങളോട് വിളിച്ച് ചോദിക്കാനൊക്കെ തുടങ്ങി, പല റിപ്പോർട്ടർമാരോട് വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അവർ പറയാണ്, അല്ല അത് ഉപയോഗശൂന്യമായിട്ടുള്ള പഴയ കെട്ടിടമാണ് തകർന്നു വീണതെന്ന്. അപ്പോൾ ജനങ്ങൾ ചോദിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണത് എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് ഉത്തരമില്ല. ഞങ്ങൾ മാത്രമല്ലല്ലോ പ്രതിപക്ഷവും പറഞ്ഞിരുന്നില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതിനിടെ ഇന്നലെ വൈകുന്നേരം, അതായത് ബിന്ദുവിന്റെ ഭർത്താവ് ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് പറയുന്നത്? സർക്കാരിൽ വിശ്വാസമാണ്, സർക്കാരിൽ പ്രതീക്ഷയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനിടയായ സാഹചര്യം എന്താണ്? അതായത് മന്ത്രി വീണ ജോർജ്, ആരോഗ്യവകുപ്പ് മന്ത്രി വിശ്രുതനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് എന്താണ് പറയുന്നത്? 2 ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും, നമുക്ക് ഈ പറയുന്നത് പോലെ ചെയ്യേണ്ടതെല്ലാം തന്നെ ചെയ്യാം, ബിന്ദുവിന്റെ കുടുംബത്തിനോടൊപ്പം തന്നെയാണ് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഫോണിൽ വിളിച്ചു പറഞ്ഞത്. ആരോഗ്യവകുപ്പ് മന്ത്രി ഫോണിൽ വിളിച്ചെന്നും തനിക്ക് പറയാനുള്ളതെല്ലാം മന്ത്രിയോട് പറഞ്ഞെന്നും സർക്കാരിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും ഒക്കെ വിശ്രുതൻ പറഞ്ഞതോടുകൂടി തന്നെ അവിടെ കൂടി നിന്ന മാധ്യമങ്ങൾ പെട്ടല്ലോ ഗെയ്സ് എന്നൊരവസ്ഥയായി. അപ്പോ മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, മന്ത്രിമാരിങ്ങോട്ടേക്ക് വരാത്തതിൽ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു, എനിക്ക് സർക്കാരിൽ പ്രതീക്ഷയുണ്ട്, ആരോഗ്യ വകുപ്പ് മന്ത്രിയിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ 2 ദിവസമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാട്ടിക്കൂട്ടിലൊക്കെ ഞാൻ കാണുന്നുണ്ട്, എന്തായാലും ഇവിടെ വെച്ച് നിർത്തിക്കോ എന്ന് തന്നെയാണ് വിശ്രുതൻ പറയുന്നത്. പ്രതിപക്ഷത്തിൽ ഒരു രീതിയിലുള്ള വിശ്വാസവും ഇല്ല എന്ന് ആ കുടുംബം പറയാതെ പറഞ്ഞിരിക്കുകയാണ്. എന്റെ ഭാര്യയുടെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ ആ കുട്ടികൾ ഒരുപക്ഷെ പറയുന്നത് എങ്ങനെയായിരിക്കും, എന്റെ അമ്മയുടെ പേരും പറഞ്ഞ് നിങ്ങൾ ഈ നാട്ടിൽ എന്തൊക്കെ അക്രമങ്ങളാണ് അഴിച്ചുവിടുന്നത്. നിങ്ങൾ ആ ബിന്ദുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആ മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾക്കുള്ള മറുപടിയാണ് ഇന്നലെ ആ വിശ്രുതന്റെ കുടുംബം ഈ പറയുന്ന മാപ്രകൾക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും BJP-ക്കും നൽകിയത് എന്നുള്ളത്. അങ്ങോട്ടേക്ക് എങ്ങനെയാണ് PD സതീശൻ വരുന്നത്? അതായത് ഫോട്ടോഷൂട്ട് നടത്തുകയാണ്, വീഡിയോ ഷൂട്ട് നടത്തുകയാണ്, അവരെ പോയി കാണുന്നു, ഈ സാധനം ഒന്നും പോകരുതിട്ടോ, എല്ലാം മൊബൈലിൽ ലൈവായിട്ടും കൊടുക്കുകയാണ്. എന്തൊക്കെ രീതിയിലുള്ള കാട്ടിക്കൂട്ടുകൾ കാണിച്ചു. അവസാനം ആ കുടുംബം ഇവരുടെ ഈ ഒരു ഇരട്ടത്താപ്പ് മനസ്സിലാക്കിയിരിക്കുന്നു. ഇതെല്ലാം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണെന്ന് ആ കുടുംബം മനസ്സിലാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ആ ഇടയ്ക്ക് ഈ പറയുന്നത് പോലെ ഈ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് അവർ നിങ്ങളോട് പൊട്ടിത്തെറിക്കാതിരുന്നതെന്ന് അറിയാമോ? മാന്യത കൊണ്ടാണ്. നിങ്ങൾക്കില്ലാത്തൊരു സാധനം അവർക്കുണ്ടായിപ്പോയി. അതുകൊണ്ടാണ് ശവസംസ്കാര ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ അവർ മാന്യമായിട്ട് ഈ പറയുന്നത് പോലെ സർക്കാരിനെ കുറ്റപ്പെടുത്താതെ സർക്കാർ ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞത്. പ്രതിപക്ഷം സത്യത്തിൽ എന്ത് പ്രഹസനപക്ഷമായി മാറുകയാണ്. ബിന്ദുവിന്റെ ശവസംസ്കാര ചടങ്ങിന്റെ സമയത്ത് പോലും അവിടെ എന്താണ് ഇവരൊക്കെ കാണിച്ചു കൂട്ടിയത്? എന്ത് രീതിയിലുള്ള പട്ടി ഷോയാണ് കാണിച്ചു കൂട്ടിയത്? ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടവും സംഘവും മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ പോയി നിന്ന് കാണിച്ചു കൂട്ടിയ പ്രതിഷേധം എന്ന പേരിൽ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം സത്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതല്ല. അതിനിടയിൽ മാധ്യമങ്ങളോട് പറയുകയാണ്, നിപ്പ ബാധിച്ച് എല്ലാവരും മരിച്ചു അത്രേ. എന്ത് രീതിയിലുള്ള വ്യാജ വാർത്തകളാണ് പടച്ചുവിടുന്നത്. നമ്മുടെ ആരോഗ്യ മേഖല മുഴുവൻ തകർന്ന് തരിപ്പണമായി എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി എന്ത് രീതിയിലുള്ള പെരുന്നുണകളാണ് ഇവർ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. നാണം തോന്നുന്നില്ലേ ഇത്തിരിയെങ്കിലും എന്ന് ചോദിച്ചു പോവുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ പ്രതിപക്ഷത്തിനെ നോക്കി. മാത്രവുമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് മന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധികളോ എത്താതിരിക്കാൻ വേണ്ടി അവിടെ പല ആളുകളെയും, ഈ BJP-യുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആളുകളെയൊക്കെ അവിടെ സംഘടിപ്പിച്ചു നിർത്തുകയാണ്, ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി. വളരെ പക്വതയോടെ ഈ ഒരു സ്ഥലത്ത് എന്തായാലും സർക്കാർ ഇടപെടുന്നുണ്ട്.
സർക്കാർ അവിടെ ഒരു പ്രകോപനം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സർക്കാർ ഫോണിലൂടെ പക്ഷെ വിളിച്ച് വിസ്തൃതമായി സംസാരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല വി ഡി സതീശൻ സംഘവും. ഇപ്പോ വന്ന് മൊത്തത്തിൽ പെട്ട് നാണം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ പ്രതിപക്ഷം ഉള്ളത്. അപ്പൊ നേരെ റൂട്ട് മാറ്റി വേറെ പല ആശുപത്രികളിലേക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ബിന്ദുവിനെ കൈവിട്ടിട്ടുണ്ട്. കാരണം ഇനി ബിന്ദുവിന്റെ പേര് പറഞ്ഞു നടന്നിട്ട് ഈ പണി പാടുമെന്ന് പറയാം. അതുകൊണ്ട് ബിന്ദുവിനെ പതിയെ കൈവിട്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ആ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമാണെന്നാണ്. എന്നിട്ട് പോലും ആ കുടുംബം സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ഇവരുടെ ഈ കാട്ടിക്കൂട്ടൽ കണ്ട് മടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ബിന്ദുവിന് സംഭവിച്ചിരിക്കുന്ന ഒരു അപകടമാണെന്നും അത് സർക്കാർ വരുത്തിവെച്ച ഒരു മരണമല്ല എന്നും ഒക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ടെന്നേ. എന്നാൽ അങ്ങനെ ആകരുത്. മന്ത്രി വീണ ജോർജ് ആകണം പ്രതി എന്നുറപ്പിച്ചാണല്ലോ മാധ്യമങ്ങളും പ്രതിപക്ഷവും രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും അതൊക്കെ ഇവിടെ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാണ്ടി ഉമ്മനൊക്കെ ആ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ബിന്ദുവിന്റെ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആംബുലൻസിൽ കയറ്റിയപ്പോ ആ ആംബുലൻസ് തടഞ്ഞ കാഴ്ച നമ്മൾ കണ്ടില്ലേ? പോലീസ് കേസെടുത്തു. അപ്പോ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല നിലവിൽ എന്തൊക്കെ രീതിയിലുള്ള ഗീർവാണങ്ങളാണ് നമ്മുടെ വി ഡി സതീശനും സംഘമൊക്കെ നടത്തുന്നത്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ ഏത് രീതിയിൽ ഇടപെടണമെന്ന് ഇവിടെ ഭരിക്കുന്ന സർക്കാരിന് നന്നായി അറിയാവുന്ന എല്ലാവർക്കും പറയാം. ഇന്നലെ തന്നെ ആ വാസവൻ അങ്ങോട്ടേക്ക് ചെന്ന് വാസവൻ ഈ പറയുന്ന കുടുംബത്തിലെ ആ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചിലവുകളൊക്കെ വഹിക്കാൻ വേണ്ടി ഒരു 50,000 രൂപയുടെ ചെക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ആ കുട്ടിക്ക് താൽക്കാലിക ജോലി കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ധനസഹായം പ്രഖ്യാപിക്കുമെന്ന് പറയുന്നുണ്ട്. നോക്കൂ, ചേർത്ത് നിർത്തുകയാണ് സർക്കാർ. അങ്ങനെയാണ് സർക്കാർ. അതായത് സർക്കാർ വരുത്തി തീർത്ത ഒരു അപകടം അല്ലെങ്കിൽ പോലും സർക്കാർ ഇത്തരത്തിലുള്ള ഘട്ടത്തിൽ ഇങ്ങനെ ആ കുടുംബത്തെ ചേർത്ത് നിർത്തുകയാണ്. ഏത് സർക്കാരിന് കഴിയും? UDF സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് വരുത്തിവെച്ച പല ദുരന്തങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഗ്രൂപ്പ് മാറി രക്തം കുത്തിവെച്ച് ഒരു രോഗിയെ കൊന്ന സംഭവം ഉണ്ടായില്ലേ? എന്തെങ്കിലും ഒരു രീതിയിലുള്ള സഹായം ആ കുടുംബത്തിന് വേണ്ടി UDF ചെയ്തോ? അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണെന്ന് എടുത്തു പറയാനാണെങ്കിൽ നിരവധിയുണ്ട്. UDFന്റെ ഭരണകാലത്ത് കെട്ടഴിഞ്ഞ അവസ്ഥയായിരുന്നില്ല ആരോഗ്യ മേഖലയുടെ. അപ്പോൾ ദുരന്തത്തെയും മരണത്തെയും ഒക്കെ ഒരു മാർക്കറ്റ് ചെയ്യുന്ന, അതൊക്കെ സുവർണാവസരമായി കാണുന്ന, അതൊക്കെ ഒരു ലോട്ടറി ആയി കാണുന്ന ഒരു പക്ഷമായി പ്രതിപക്ഷം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രതിപക്ഷം കുറച്ചുകൂടി ക്രിയാത്മക പ്രതിപക്ഷം ആകേണ്ടതുണ്ട്. അല്ലാതെ ഇപ്പോ ഈ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ സംഘപരിവാരങ്ങൾ കാണിക്കുന്നത് പോലെയൊക്കെ വോട്ട് മേടിക്കാൻ വേണ്ടി ആ രീതിയിലേക്ക് സതീശനും സംഘമൊക്കെ മാറുന്നത് കാണുമ്പോൾ തീർത്തും ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ നോക്കിയിട്ട് പുച്ഛത്തോടെ പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് നന്നാക്, ഒന്ന് നല്ല മനുഷ്യനാകാൻ നോക്ക് എന്നാണ് പറയുന്നത്. വ്യാജ പ്രചരണങ്ങൾ നടത്തി, നുണപ്രചരണങ്ങൾ നടത്തി നിങ്ങൾ വീണ്ടും ഈ ഒരു സംസ്ഥാനത്തെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ UDF കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ നാടിന്റെ അവസ്ഥ, ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാ മേഖലയിലും നമ്മുടെ നാട് ഒന്നാമതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ആരോഗ്യ മേഖലയെ പറ്റി ലോകരാജ്യങ്ങൾ പോലും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്ര വലിയ പുരസ്കാരങ്ങളാണ് നമ്മളെ തേടി വരുന്നത്. അതൊന്നും പിടിക്കുന്നില്ല. നമ്മുടെ നാട് എന്നും നശിച്ചു കാണണം എന്ന് കരുതുന്നവരുടെ ഒരു വലിയ സംഘമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. സതീശനെ പോലുള്ള, രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകളൊക്കെ സത്യത്തിൽ രാഷ്ട്രീയം എന്ന പേരിൽ ഇവിടെ കാണിച്ചു കൂട്ടുന്ന ഗൂണ്ടായിസം സത്യത്തിൽ കണ്ടിട്ട് അറപ്പ് തോന്നിപ്പോവുകയാണ്. സത്യത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകില്ല എന്നും, ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മരണങ്ങളെയും ദുരന്തങ്ങളെയും മാർക്കറ്റ് ചെയ്യുമെന്നും അതിനെയൊക്കെ സുവർണാവസരമാക്കി മാറ്റുമെന്നും ഒക്കെ പ്രതിപക്ഷവും BJP ഒക്കെ നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ കൈകോർത്ത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ഭരണ സംവിധാനങ്ങളുടെ ഒക്കെ നെറുകിലേക്ക് ആ ഒരു താക്കോൽ സ്ഥാനത്തേക്കൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായാൽ എന്താകും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് ഭയം തോന്നി പോവുകയാണ്. കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തെ ഞെക്കി കൊന്നുകളയും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.